നിർധന കുടുംബത്തിനായി ഡിവൈഎഫ്ഐ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. കൊച്ചി എളമരക്കര താന്നിക്കൽ വിനീഷിന്റെ കുടുംബത്തിന് വേണ്ടി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം മന്ത്രി എ.സി. മൊയ്തീൻ നിർവഹിച്ചു. അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി 13 കുടുംബങ്ങൾക്കാണ് ഡിവൈഎഫ്ഐ വീട് നിർമ്മിച്ചു നൽകുന്നത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിനീഷിന്റെ കുടുംബത്തിനാണ് ഡിവൈഎഫ്ഐ വീട് നിർമ്മിച്ചു നൽകിയത്. കൽപ്പണിക്കാരനായ മകന്റെ വരുമാനത്തിലാണ് 3 സെന്റിലെ ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ വേണുഗോപാലും കുടുംബവും കഴിഞ്ഞിരുന്നത്. സമ്മേളനത്തോടനുബന്ധിച്ച് വീട് നിർമ്മിച്ചു നൽകാൻ പദ്ധതിയിട്ടപ്പോൾ തന്നെ ആർക്ക് ആദ്യം എന്നത് സംബന്ധിച്ച് ഡിവൈഎഫ്ഐക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല. ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി അനിൽകുമാർ. എളമക്കരയിൽ തന്നെയുള്ള CPIMന്റെ അംഗങ്ങൾ മാത്രം ഏതാണ്ട് 1,30,000 രൂപ ഈ വീടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അവരുടെ സ്വന്തം വരുമാനത്തിൽ നിന്നും മാറ്റിവെച്ചു. 6,15,000 രൂപ ചെലവിട്ട് 36 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽ മന്ത്രി A.C. മൊയ്തീൻ വിനീഷിന്റെ മാതാപിതാക്കൾക്ക് കൈമാറി. മകന്റെ വേർപാടിൽ നീറുന്ന മനസ്സുമായി കഴിഞ്ഞിരുന്ന വേണുഗോപാലിനും സരോജത്തിനും ഡിവൈഎഫ്ഐ സമ്മാനിച്ച വീട്ടിലേക്ക് നിറഞ്ഞ മനസ്സോടെ അവർ ഗൃഹപ്രവേശം നടത്തി. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സന്മനസ്സിന് വിനീഷിന്റെ കുടുംബം നന്ദി അറിയിച്ചു. സന്തോഷമായി. എപ്പോഴും എന്ത് ഞാൻ കടപ്പാടത്തിനെല്ലാം നന്ദിയുണ്ട്. ജില്ലയിലെ നിർധനരായ 13 കുടുംബങ്ങൾക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനം ഈ മാസം 30 പൂർത്തിയാക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.